ഈ പ്രപഞ്ചം അനന്തമായ സാധ്യതകളുടെ ഒരു കലവറയാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സഞ്ചാരപഥങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അപ്രവചനീയമാണ്. എങ്കിലും ജ്യോതിഷശാസ്ത്രത്തിന്റെ ഗണിത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തെളിയുന്ന ചില സത്യങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ സന്തോഷകരമായ ഐശ്വര്യപൂർണമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കടബാധ്യതകളും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഒരു ലോട്ടറിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു നിധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന നിമിഷങ്ങൾ. അത്തരം ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഈശ്വരാധീനം കുമിഞ്ഞുകൂടുന്ന ഒരു സുവർണ കാലഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2026 ജനുവരി മാസം അവസാനത്തോടുകൂടി, അതായത് കുംഭമാസത്തിന്റെ തുടക്കത്തോടെ ഫെബ്രുവരി മാസങ്ങളിലായി ചില പ്രത്യേക നക്ഷത്രക്കാരുടെ തലവര തന്നെ മായ്ക്കുറിക്കാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 6 നക്ഷത്ര ജാതകർക്ക് കൊടികുത്തി വാഴുവാനുള്ള രാജയോഗമാണ് വന്നു ചേരുന്നത്. സാമ്പത്തികമായ സകല തടസ്സങ്ങളും മാറി സമ്പത്ത് പല വഴികളിലൂടെ കുമിഞ്ഞുകൂടുന്ന സമയം. അത് കേവലം ഒരു ലോട്ടറി ഭാഗ്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് തൊഴിലിലൂടെയും ബിസിനസ്സിലൂടെയും പൂർവിക സ്വത്തുക്കളിലൂടെയും ഒക്കെ ധനം ഇങ്ങോട്ട് ഒഴുകി വരുന്ന ഒരു മഹാഭാഗ്യയോഗം. ഈ 6 നക്ഷത്രക്കാർ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ശരി, ഈ ഭാഗ്യത്തിന്റെ സമയത്ത് അവർ രക്ഷപ്പെട്ടിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും നാൾ അനുഭവിച്ച സകലവിധ കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനും ഒരു പരിഹാരം ജനുവരി അവസാനത്തോടെയും ഫെബ്രുവരിയിലുമായി ഈശ്വരൻ കൽപ്പിച്ചു നൽകുകയാണ്. ശത്രുക്കൾ പോലും ഒന്ന് അമ്പരന്നു പോകുന്ന വളർച്ചയായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആരൊക്കെയാണ് ആ മഹാഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന് മുൻപ് ഈ ധനയോഗം പൂർണ്ണമായി ലഭിക്കാൻ നാം പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളെക്കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ഒരു വെള്ളിയാഴ്ചയാണ്, മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള ദിനം. മകരമാസത്തിലെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇരട്ടി ഫലം തരുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. പ്രത്യേക പൂജകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. ധനം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിനങ്ങൾ ലോട്ടറി എടുക്കാനും ധനപരമായ കാര്യങ്ങൾ തുടങ്ങാനും ഏറ്റവും ഉത്തമമാണ്. ഈ ദിവസങ്ങളിൽ ഭാഗ്യപരീക്ഷണം നടത്തിയാൽ വിജയസാധ്യത വർദ്ധിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതി ആഗ്രഹിക്കുന്നവർ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും സന്ധ്യാസമയത്ത് പണം കടം കൊടുക്കാൻ പാടില്ല. അത് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മുടെ ഇല്ലത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് തുല്യമാണ്. ആ സമയത്ത് കയ്യിലുള്ള ധനം കൈമാറിയാൽ നമ്മുടെ ഐശ്വര്യമാണ് കൈവിട്ടു പോകുന്നത്. കൊടുത്ത പണം തിരികെ കിട്ടാനും വലിയ പ്രയാസമായിരിക്കും. അതിനാൽ ഇക്കാര്യം കർശനമായി പാലിക്കുക. അതുപോലെ പിറന്നാൾ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്താനും ഭഗവാനോട് നന്ദി പറയാനും ശ്രദ്ധിച്ചാൽ ഈ വർഷം മുഴുവൻ ഭാഗ്യം കൂടെയുണ്ടാകും. ശരി, ഇനി നമുക്ക് ആ നിർണായകമായ കാര്യത്തിലേക്ക് കടക്കാം. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കാത്തിരിക്കുന്ന ആ 6 ഭാഗ്യ നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് രാജയോഗം തെളിയുന്ന ആ നക്ഷത്രങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പറയാം. ആദ്യത്തെ ഭാഗ്യ നക്ഷത്രം നമുക്കെല്ലാം സുപരിചിതമായ, മിക്കവാറും വീടുകളിൽ കാണുന്ന ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്ര ജാതകർക്ക് വളരെ വലിയൊരു ഭാഗ്യസമയമാണ് 2026 ജനുവരിയോടെ വന്നു ചേരുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഈ മാസങ്ങളിലായി നിങ്ങളെ വിട്ടകലാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായി ഒരു ധനലാഭം അല്ലെങ്കിൽ ഒരു വലിയ തുക കൈവശം വന്നു ചേരുന്ന യോഗം കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ ലാഭം പ്രതീക്ഷിക്കാം. തൊഴിലില്ലാതെ വിഷമിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് നല്ലൊരു ജോലി ലഭിക്കാനും തൊഴിൽപരമായ വലിയ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട്. സാമ്പത്തികമായി തകർന്നു പോയവർക്ക് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക്, ആ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചുവരാനുള്ള ഒരു അവസരമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്. രണ്ടാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം അതിശക്തമായി നിൽക്കുന്ന സമയമാണിത്. 2026 ആദ്യ മാസങ്ങളിൽ വലിയൊരു സമ്പത്ത് നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മനസ്സിലാഗ്രഹിച്ചു, എന്നാൽ പണമില്ലാത്തതുകൊണ്ട് മാത്രം മാറ്റിവെച്ചിരുന്ന പല ആഗ്രഹങ്ങളും സഫലമാകാൻ ഈ ധനലാഭത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിടവിട്ട് പ്രശ്നങ്ങളായിരുന്നില്ലേ? വീട്ടിൽ അസുഖങ്ങൾ, മനസമാധാനക്കുറവ്, കലഹങ്ങൾ, ഇതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ്. സാമ്പത്തിക ഉന്നതിയിലൂടെ കുടുംബത്തിൽ സന്തോഷം തിരികെ വരും. ഉത്രാടം നക്ഷത്രക്കാർ ഈ സമയത്ത് മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുക. അത് നിങ്ങൾക്ക് വലിയ ഭാഗ്യവും നേട്ടവും കൊണ്ടുവരും. നഷ്ടപ്പെട്ടുപോയ എല്ലാ സൗഭാഗ്യങ്ങളും തിരികെ പിടിക്കാനുള്ള സമയമാണിത്. മൂന്നാമതായി ഈ ഭാഗ്യപട്ടികയിൽ ഇടം പിടിക്കുന്നത് അനിഴം നക്ഷത്രമാണ്.
അനിഴം നക്ഷത്ര ജാതകർക്ക് 2026 ജനുവരി ഫെബ്രുവരി കാലഘട്ടം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വസന്തകാലമാണ്. പല വഴികളിലൂടെ പല സ്രോതസ്സുകളിൽ നിന്നും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അതിൽ നിന്നെല്ലാം സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തിക നേട്ടം മാത്രമല്ല, അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ മറ്റു തടസ്സങ്ങളും നീങ്ങുന്ന സമയമാണ്. വിവാഹം നടക്കാൻ വൈകുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ നേരിടുന്നവർക്ക് അതെല്ലാം മാറി സമാധാനം ലഭിക്കും. ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷാരംഭത്തിൽ തീർച്ചയായും അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. മഹാഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു. 4ാമത്തെ നക്ഷത്രം വീടിന് ഐശ്വര്യം നൽകുന്ന ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ശക്തമായ ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് 2026 ഈ ആദ്യ മാസങ്ങൾ. ലോട്ടറി ഭാഗ്യം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും തീർത്താൽ തീരാത്ത കടബാധ്യതകളാണ്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ കടങ്ങൾ കൂടി വരുന്നുണ്ടാകാം. എന്നാൽ സന്തോഷിച്ചോളൂ, ആ ഓട്ടം അവസാനിക്കാൻ സമയമായി. നിങ്ങളുടെ എല്ലാ കടബാധ്യതകളും തീർക്കാനുള്ള വഴി ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തെളിയും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ ഒഴിഞ്ഞു പോവുകയും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവേശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ നടന്നു കയറുന്നത്. 5ാമത്തെ നക്ഷത്രം ആയില്യമാണ്. ധനലാഭം കുമിഞ്ഞുകൂടുന്ന സമയമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് ഈ 2026 തുടക്കം. ജനുവരി 10 മുതൽ 20 വരെ തീയതിയാകുമ്പോഴേക്കും ഇവർക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തേടിവരും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങളെ തേടിയെത്തുന്നത് ഏറ്റവും വലിയ ഒരു ലോട്ടറി ഭാഗ്യം തന്നെയായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച വന്നു ചേരും. വാഹനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നവർക്കും ട്രാവൽസ് നടത്തുന്നവർക്കും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായി വലിയൊരു ഉന്നതി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആയില്യം നക്ഷത്രക്കാർ ഈ ഭാഗ്യം നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ചെയ്യേണ്ടത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ്. മണ്ഡലകാലം കഴിഞ്ഞാലും അയ്യപ്പനെ മനസ്സുകൊണ്ട് ഭജിക്കുന്നത് വലിയ ദോഷങ്ങൾ മാറാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും കാരണമാകും. ശരണം വിളികളാൽ മനസ്സ് ശുദ്ധീകരിക്കുക. ഇനി അവസാനത്തെ 6ാമത്തെ ഭാഗ്യ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിന്റെ വാതിലുകൾ 2026 തുറക്കപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. അതിൽ നിന്നെല്ലാം വലിയൊരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവോണം നക്ഷത്രക്കാർക്ക് വിദേശയോഗം തെളിയുന്നുണ്ട് എന്നതാണ്. വിദേശത്തേക്ക് ജോലിക്കായി പോകാനോ അല്ലെങ്കിൽ വിദേശത്തുള്ള മക്കളെ കാണാൻ പോകാനോ ഉള്ള ഭാഗ്യമുണ്ടാകും. ഇതോടൊപ്പം തന്നെയാണ് അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യവും കാണുന്നത്. ലോട്ടറി എടുക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ മടിക്കണ്ട. തിരുവോണം നക്ഷത്രക്കാർക്ക് അതിൽ നിന്നും വലിയൊരു വരുമാനം ലഭിക്കാനുള്ള യോഗം ഈ ജനുവരി 20 കഴിയുന്നതോടുകൂടി ഫെബ്രുവരി മാസങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 6 നക്ഷത്ര ജാതകർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വെറുമൊരു സാധാരണ മാസങ്ങളല്ല. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായ അടിത്തറ തന്നെ മാറ്റാൻ പോകുന്ന കാലഘട്ടമാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവർക്ക് ഈശ്വരാനുഗ്രഹം കൂടെയുണ്ടാകട്ടെ. എന്നാൽ കർമ്മം ചെയ്യാതെ ഫലം മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഈശ്വര വിശ്വാസത്തോടൊപ്പം കൃത്യമായ പ്രയത്നവും ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും ഭാഗ്യ നമ്പറുകൾ അറിയുന്നതിനും 2026 സമ്പൂർണ്ണ വർഷഫലം, ജാതക പൊരുത്തം തുടങ്ങിയ കാര്യങ്ങൾക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.